ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. മണിക്കൂറുകൾക്കുള്ളിൽ പാപ്പാന്മാർ ആനയെ തളച്ചു. മണ്ണുത്തിയിൽ വൻ കവർച്ച. ബസുടമയെ ആക്രമിച്ച കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി. പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. പരാതി പരിശോധിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്. കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ വീയപുരം ചുണ്ടൻ ജേതാവായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടന് 2ാം സ്ഥാനം. ദേശീയപാത അമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സിഗ്നൽ ശ്രദ്ധിക്കാതെ കടന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ഇടമുറ്റത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ഈ മാസം 28, 29 തീയതികളിൽ ചാവക്കാടും ഗുരുവായൂരുമായി നടക്കും. ശാസ്ത്രമേളയിലൂടെ ലോഗോ പ്രകാശനം ചെയ്തു. അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം ഫൈബർ വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. പ്രതിമാസ പരിശോധനയുടെ ഭാഗമായി ആനയുടെ തൂക്കം നോക്കാൻ വെയിങ് ബ്രിഡ്ജിൽ കയറ്റിയതായിരുന്നു. ഇത് ഇളകിയതോടെ ആന വിരണ്ടു. ഇറങ്ങാൻ കൂട്ടാക്കാതെ ആന പരാക്രമമായി. പാപ്പാന്മാർ ഏറെ പാടുപെട്ട് ആനയെ ഇറക്കി കെട്ടുംതറിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ കെട്ടുംതറിയിൽ കയറാതെ ആന പരാക്രമം തുടർന്നു. ഇതോടെ സന്ദർശകരെ പുറത്താക്കി ആനത്താവളത്തിൻ്റെ ഗേറ്റ് അടച്ചു. 1 മണിക്കൂറിനുള്ളിൽ പാപ്പാന്മാർ വരുതിയിലാക്കിയെങ്കിലും കെട്ടുംതറിയിൽ കയറാൻ ആന തയ്യാറായില്ല. ഒടുവിൽ ആനത്താവളത്തിൻ്റെ തെക്കേ പറമ്പിനോട് ചേർന്നുള്ള നടപ്പാതയ്ക്കരികിലെ ആൽമരത്തിൽ തളച്ചു. ആന ശാന്തനായതോടെ നടപ്പാതയിൽ കിടത്തി കുളിപ്പിച്ചു. ഈ സമയം സന്ദർശകർക്ക് നടപ്പാതയിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. കുളി കഴിഞ്ഞ ആനയെ ക്ഷേത്രത്തിൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പിന് കൊണ്ടുപോയി. ഇടഞ്ഞ ആനയെ മണിക്കൂറുകൾക്കുള്ളിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോയത് വിമർശനത്തിന് ഇടയാക്കി. 20 വർഷത്തോളമായി രവികൃഷ്ണയുടെ 1ാം പാപ്പാനായിരുന്ന ശ്രീകുമാരനെ മാറ്റി 1.5 മാസം മുൻപ് CC ഉണ്ണിയെ ചട്ടക്കാരനാക്കി നിയോഗിച്ചു. കഴിഞ്ഞ ദിവസം ചരിഞ്ഞ ഗോകുൽ എന്ന ആനയുടെ 2ാം പാപ്പാനായിരുന്നു CC ഉണ്ണി. ഗോകുലിനെ അസുഖം മൂർച്ഛിച്ച സമയത്താണ് ഉണ്ണിയെ രവികൃഷ്ണയിലേക്ക് മാറ്റിയത്. രാഷ്ട്രീയ സ്വാധീനത്താൽ പാപ്പാനെ മാറ്റിയത് ആനപ്രേമികൾക്കിടയിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ചട്ടക്കാരൻ മാറുന്ന സമയത്ത് ആന ക്രൂരമായ പീഡനത്തിനിരയായതായും ആരോപണമുണ്ട്. TCV ഗുരുവായൂർ. മണ്ണുത്തിയിൽ ബസുടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കൊള്ളയടിച്ചു. അറ്റ്ലസ് ട്രാവൽസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമാണ് കൊള്ളയടിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് ബസ് വിറ്റ് കിട്ടിയ പണവുമായി ആണ് മുബാറക് എത്തിയത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷന് സമീപത്തെ CD മെഡിക്കൽ ഷോപ്പിന് മുന്നിലെത്തിയ മുബാറക് പണം അടങ്ങിയ ബാഗ് മെഡിക്കൽ ഷോപ്പിന്റെ പുറത്ത് സൈഡിൽ വെച്ച ശേഷം ശുചിമുറിയിലേക്ക് പോയി. ഈ സമയമാണ് തൊപ്പി ധരിച്ചെത്തിയ യുവാവ് പണം അടങ്ങിയ ബാഗ് എടുത്തുകൊണ്ടുപോയത്. ബാഗ് കൊണ്ടുപോകുന്നത് കണ്ട് പിന്നാലെ ഓടിച്ചെന്ന മുബാറക്കിനെ കാറിൽ ഉണ്ടായിരുന്ന മറ്റു 3 പേർ ഇറങ്ങിവന്ന് മർദ്ദിക്കുകയും പണമടങ്ങിയ ബാഗുമായി പ്രതികൾ കടന്നുകളയുകയും ചെയ്തു. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ദേശീയപാത കേന്ദ്രീകരിച്ച് കുഴൽപ്പണം തട്ടുന്ന സംഘത്തെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. ചാരനിറത്തിലുള്ള ഇന്നോവ കാറിലാണ് കവർച്ച സംഘം എത്തിയത്. വാഹനത്തിന്റെ മുന്നിലും പിന്നിലും എഴുതിയ നമ്പർ വ്യാജമാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒല്ലൂർ ACP സുധീരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. അതേസമയം സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുബാറക്കിന്റെ കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. നന്ദിക്കര പറപ്പൂക്കര റോഡിൽ കോമത്തുകാട്ടിൽ നവൽ കിഷോറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശനിയാഴ്ച രാവിലെ വീട്ടുകാർ വന്നപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. വീടിന്റെ പുറകുവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് അടക്കം മോഷണം പോയതായി വീട്ടുകാർ പറയുന്നു.
വിലപിടിപ്പുള്ളതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഇരിങ്ങാലക്കുട റൂറൽ ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം. തെക്കേപ്പുറം മനന്തൻ വീട്ടിൽ ബാബുവിന്റെ വീട്ടിലും പറക്കാട്ട് വീട്ടിൽ ലീലയുടെ വീട്ടിലുമാണ് മോഷണശ്രമം നടന്നത്. ബാബുവിന്റെ വീടിന്റെ വാതിൽ തിക്കിത്തുറന്ന മോഷ്ടാവ് അകത്ത് കയറി അലമാരയിലെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. വീടിന്റെ സ്റ്റോർറൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് വാതിലുകൾ തുറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗുരുവായൂർ നഗരസഭ ബയോ പാർക്കിലെ നവീകരിച്ച അഗ്രോ നഴ്സറിയുടെ ഉദ്ഘാടനവും രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനവും നടന്നു. ഹരിത കർമ്മസേനയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് അഗ്രോ നഴ്സറി നവീകരിച്ചത്. ഹരിത കർമ്മസേനയ്ക്ക് അനുവദിച്ച പുതിയ വാഹനം ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗര ഉപജീവന കേന്ദ്രം വഴി തൊഴിൽ ലഭിച്ചവരുടെ സംഗമവും നടന്നു. NULM സിറ്റി മിഷൻ മാനേജർ VS ദീപക് യാത്രയയപ്പ് നൽകി. കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതി ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ AM ഷെഫീർ, AS മനോജ്, ശൈലജ സുധൻ, ബിന്ദു അജിത് കുമാർ, കൌൺസിലർമാരായ KP ഉദയൻ, സിന്ധു ഉണ്ണി, ക്ലീൻ സിറ്റി മാനേജർ AS അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന പരാതി. ഗാന്ധി പ്രതിമ നിർമ്മാണത്തിലെ ഗുരുതരമായ പാകപ്പിഴവ് പ്രതിഷേധത്തിനിടയാക്കുന്നു. ശുചിത്വം സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനമാണ് എന്ന ഗാന്ധി വചനത്തിന്റെ പ്രസക്തി വിളിച്ചോതുന്നതിന്റെ ഭാഗമായാണ് നഗരസഭാ ബയോ പാർക്കിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചത്. എന്നാൽ പ്രതിമയ്ക്ക് ഗാന്ധിജിയുടെ രൂപസാദൃശ്യമില്ലാതെ വിരൂപമാക്കിയെന്നാണ് വ്യാപക ആരോപണം ഉയർന്നിരിക്കുന്നത്. നഗരസഭയിലെ മുൻ കൌൺസിലർ സ്വരാജ് താഴ്ശ്ശേരിയാണ് 2 ആഴ്ച കൊണ്ട് കോൺക്രീറ്റിൽ പ്രതിമ നിർമ്മിച്ചത്. പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടന സമ്മേളനത്തിലെ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഗാന്ധിജിയുടെ ഒരു ചിത്രം നമുക്കൊക്കെ തന്നെ നൽകിയ ഈ കാർഡിൽ തന്ന ഗാന്ധിജിയുമായി എത്രത്തോളം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു വേദന കൂടി ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഒന്നുകിൽ ചെയർമാൻ അതിൽ ധൃതി കൂട്ട് കുറച്ച് അധികം കാണിച്ചോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നു. ആ കലാകാരന് വേണ്ട സ്വാതന്ത്ര്യത്തോട് അദ്ദേഹം ഒരു മികച്ച കലാകാരനാണ്, അതിലെനിക്ക് ഒരു തർക്കവുമില്ല. അദ്ദേഹം ഗുരുവായൂരിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ശില്പങ്ങളും ശിലകളും ഒക്കെ ഉണ്ട്. ഇത് എന്തോ അദ്ദേഹത്തിന് ചെയർമാൻ ഉദ്ഘാടനത്തിന് വേണ്ടി കുറച്ചുകൂടി ഒരു സാവകാശം അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർമ്മാണത്തിന് സാവകാശം നൽകാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതിലൂടെ ഗാന്ധി പ്രതിമയോട് നീതി പുലർത്താൻ കഴിഞ്ഞുവെന്ന് ആത്മപരിശോധന നടത്തണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു. അതേസമയം പ്രത്യേക ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതെന്നും ഇങ്ങനെയുള്ള ഗാന്ധി പ്രതിമകൾ ഉണ്ടെന്നും ചെയർമാൻ M. കൃഷ്ണദാസ് മറുപടി നൽകി. പരാതി പരിശോധിക്കണമെന്നും നിർമ്മാണത്തെയല്ല വിലയിരുത്തേണ്ടതെന്നും ഗാന്ധിജിയുടെ സന്ദേശമാണ് വലുതെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. രാഷ്ട്രപിതാവിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി രൂപകൽപ്പന ചെയ്തതാണ് എന്നാണ് അറിയിച്ചത്. നമ്മൾ സാധാരണ കാണുന്ന ഗാന്ധിയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇങ്ങനെയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് എന്നാണ് കലാകാരൻ നമ്മൾ പറഞ്ഞത്. സ്വരാജിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. ആ കാര്യം നമുക്ക് പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും എന്തായാലും പ്രതിമേഖ പ്രധാന അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ്. ശുചിത്വമാണ് സ്വാതന്ത്ര്യത്തെക്കാൾ പ്രധാനം. ആ സന്ദേശം എത്തിക്കാനുള്ളതാണ് ഉദ്ദേശിച്ചത്. മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇവിടെ TCV ന്യൂസ് ഗുരുവായൂർ. ഇടവേള. ദൈവശബ്ദം 2025 മീറ്റ് ജീസസ് പ്രയർ ടീം തൃശൂർ അതിരൂപതയോട് ചേർന്നൊരുക്കുന്ന 32ാമത് ദൈവശബ്ദം കൺവെൻഷൻ നവംബർ 15 മുതൽ 19 വരെയുള്ള തീയതികളിൽ മലയാള മനോരമ ഓഫീസിന് സമീപം. ഉദ്ഘാടനം ചെയ്യുന്നത് മാർ ആൻഡ്രോസ് താഴത്ത് തൃശൂർ അതിരൂപത മെത്രാപ്പോലീത്ത. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ യേശുവിനെ പകർന്നു കൊടുക്കുന്ന ഫാദർ മാത്യു വയനാമണ്ണിൽ ടീം നേതൃത്വം നൽകുന്നു. ഏവരെയും യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ,
ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. ആവേശം തിരയുയർത്തിയ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ കൈനക്കരി വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയ്യപുരം ചുണ്ടൻ ജേതാവായി. വാശിയേറിയ മത്സരത്തിൽ പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടൻ രണ്ടാമതെത്തി. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടനാണ് മൂന്നാം സ്ഥാനം. ഇരുട്ടുകുത്തി വള്ളങ്ങളുടെ എ ഗ്രേഡ് വിഭാഗം മത്സരത്തിൽ TBC തുരുത്തിപ്പുറം തുഴഞ്ഞ ഗരുഡൻ ജേതാവായി. ബി ഗ്രേഡ് വിഭാഗത്തിൽ മടപ്ലാത്തുരുത്തിനാണ് ഒന്നാം സ്ഥാനം. വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ 5ാം സീസണിലെ 4ാം പാദ മത്സരമാണ് കോട്ടപ്പുറത്ത് നടന്നത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA മത്സരം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KS കൈസാബ്, LC പോൾ തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ VR സുനിൽകുമാർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. പുതുക്കാട് സെന്ററിൽ 1 മണിക്കൂറിനിടെ 4 അപകടങ്ങൾ. ഒരാൾക്ക് പരിക്കേറ്റു. ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചാണ് പുതുക്കാട് സ്വദേശിക്ക് പരിക്കേറ്റത്. പുതുക്കാട് കാഞ്ഞൂർ സ്വദേശി മുറുക്കനാട്ടുകരൻ വീട്ടിൽ തോമസിനാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ തോമസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാഞ്ഞൂർ റോഡിൽ നിന്ന് ദേശീയപാത മുറിച്ചുകടക്കുകയായിരുന്ന സ്കൂട്ടറിൽ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന ടാങ്കർ ലോറി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ലോറിയിൽ കുടുങ്ങിയ സ്കൂട്ടറിൽ നിന്ന് വീണ തോമസിന്റെ കാലിൽ ലോറിയുടെ മുൻചക്രം കയറി. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചത്. പുതുക്കാട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയിരുന്നു. സ്വകാര്യ ബസും ബൈക്കും KSRTC ബസും ബൈക്കും 2 ഇരുചക്ര വാഹനങ്ങളുമാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിനിടെയാണ് 4 അപകടങ്ങളും സംഭവിച്ചത്. ആമ്പല്ലൂർ മുതൽ പുതുക്കാട് സെന്റർ കടന്നും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ഇതിനിടെ സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനങ്ങൾ കടക്കാൻ ശ്രമിച്ചതാണ് അപകടങ്ങൾക്കിടയാക്കിയത്. നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ യുവതി ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി ചെറുവട്ടത്ത് ഉബൈദുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സബീനയാണ് മരിച്ചത്. എടമുട്ടം ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ മകനുമൊത്ത് സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. സ്കൂട്ടർ റോഡിലെ ചെളിയിൽ അകപ്പെട്ട് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പുറകിലിരിക്കുകയായിരുന്ന സബീന റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതേസമയം പുറകിൽ നിന്നും വന്നിരുന്ന ടിപ്പർ ലോറി സബീനയുടെ ദേഹത്ത് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വലപ്പാട് ദയ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ആൻഡ് കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവൽ ഈ മാസം 28, 29 തീയതികളിൽ ചാവക്കാടും ഗുരുവായൂരിലുമായി നടക്കും. മേളയുടെ ഉദ്ഘാടനം മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് നിർവഹിക്കും. NK അക്ബർ MLA അധ്യക്ഷത വഹിക്കും. കേരള സ്കൂൾ സ്കിൽ ഫെസ്റ്റിവലിൽ 52 സ്കൂളുകളിൽ നിന്നായി 500ഓളം കുട്ടികൾ പങ്കെടുക്കും. 60 സ്റ്റാളുകളിൽ പ്രദർശനവും വിൽപ്പനയും ഉണ്ടാകും. 19 ഇനങ്ങളിൽ തൊഴിൽ നൈപുണ്യങ്ങളുടെ മത്സരങ്ങളും വിനോദങ്ങളും കരിയർ ഫെസ്റ്റും ഉണ്ടാകും. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം MLA NK അക്ബർ നിർവഹിച്ചു. ചാവക്കാട് PWD ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ, DEO T. രാധ, AEO VB സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. PK മുജീബ് റഹ്മാന്റെ ലോഗോയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. അഴീക്കോട് ലൈറ്റ് ഹൌസിന് 1.5 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് ഫൈബർ വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് ശനിയാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ബാദുഷ എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചതിരിഞ്ഞ് 2:45 മത്സ്യബന്ധനം കഴിഞ്ഞ് വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മുങ്ങിയത്.
തൊഴിലാളികൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PK ഗ്രേസിയെ ഫോണിൽ വിവരം അറിയിച്ചു. തുടർന്ന് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘമെത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മത്സ്യബന്ധന വള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിത്താഴ്ന്നു. വള്ളം മുങ്ങിയ സ്ഥലം GPS പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെന്നും ഞായറാഴ്ച തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ദേശീയപാത എടക്കഴിയൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. വെള്ളിയാഴ്ച വൈകിട്ട് കരാർ കമ്പനിയുടെ ജീവനക്കാർ എത്തി മണ്ണും മെറ്റലും ഉപയോഗിച്ച് കുഴി അടച്ചു. കുഴിയിൽ വീണ് നിരവധി ഇരുചക്രവാഹന യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു. എല്ലാ മത്സ്യത്തൊഴിലാളികളും നിർബന്ധമായും NFDP രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്ന് കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ. ക്ഷേമ പദ്ധതികളുടെ പ്രചരണവും മത്സ്യത്തൊഴിലാളി സംഗമവും വലപ്പാട് ബീച്ച് കുടിയമ്പുഴ ദേവസ്വം മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി മത്സ്യസമ്പാദ യോജന പദ്ധതി പ്രകാരം 1.347 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകി. തൃശൂർ ജില്ലയിലെ ചേറ്റുവ ഉൾപ്പെടെയുള്ള 8 ഹാർബറുകളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിനും കേരളത്തിൽ 9 കോസ്റ്റൽ വില്ലേജുകൾ നവീകരിക്കുന്നതിനും 6 വില്ലേജുകൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാനുള്ള സാങ്കേതികവിദ്യ ഉള്ളതായി മാറ്റാനും തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വലപ്പാട് പഞ്ചായത്ത് 17ാം വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ അധ്യക്ഷത വഹിച്ചു. അമ്പാടി എന്നുള്ള വെള്ളത്തിന് വേണ്ടി പ്രസാദിക്കുകയാണ് അത് സ്വീകരിക്കുന്നത്. കേന്ദ്രവും കേരള സർക്കാരും കൂടെ നിർബന്ധിക്കാൻ കാരണം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മുടെ കിസാൻ സമ്മാൻ നിധി അത് രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള വളരെയധികം പ്രചരണങ്ങൾ കൊടുക്കുകയുണ്ടായി. വ്യത്യസ്തമായ കാരണങ്ങളാൽ ചിലർക്കത് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല. നമുക്കറിയാമല്ലോ, അത് പിന്നീട് രജിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ സാച്ചുറേഷൻ കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ചെയ്യുമ്പോഴേ വരുള്ളൂ, അല്ലെങ്കിൽ ആൾക്കാർ ഇത് ദുരുപയോഗം ചെയ്യും. ഏതാണ്ട് അതേ രീതിയിൽ ആധാറും അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ കൊടുത്ത് തുറക്കുന്ന ഒരു സംവിധാനമാണ്. എല്ലാ മത്സ്യപ്രവർത്തകരും മത്സ്യകൃഷി നടത്തുന്നവരും അനുബന്ധമായിട്ട് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ നിർബന്ധമായിട്ടും ഇത് രജിസ്റ്റർ ചെയ്യണം. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക സ്വദേശി ചക്കമലത്ത് വീട്ടിൽ മുഹമ്മദ് നഹാസാണ് അറസ്റ്റിലായത്. 2 വർഷം മുമ്പ് തൃപ്രയാർ കുന്നുങ്ങൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന MDMAയും കഞ്ചാവുമായി പിടിക്കപ്പെട്ട് കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിദേശത്തേക്ക് കടന്ന ഇയാളെ LOC ഉത്തരവ് പ്രകാരമാണ് പിടികൂടിയത്. വലപ്പാട് SHO A അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർ നൂറുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജേക്ക് സി തോമസ്. ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് സമ്മേളനം കടപ്പുറം തൊട്ടാപ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ RSS അജണ്ട നടപ്പാക്കുവാൻ അനുവദിക്കാത്തതിലുള്ള വിരോധമാണ് ഈ നീക്കത്തിന് പിന്നിൽ. കേരളത്തിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം ഉണ്ടായിട്ടും കേന്ദ്രം കേരളത്തെ അവഗണിച്ചുവെന്നും വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങി സർവത്ര മേഖലയിലെ കേന്ദ്രവിഹിതം തടഞ്ഞുവെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി K റോസൽ രാജ്, RL ശ്രീലാൽ, K സെന്തിൽകുമാർ, GS കാർത്തിക, ഹസൻ മുബാറക്, എറിൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റായി ഹസൻ മുബാറക്കിനെയും സെക്രട്ടറിയായി എറിൻ ആന്റണിയെയും ട്രഷററായി പ്രജീഷിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. അവർക്ക് മാത്രമായി നിഷേധിക്കപ്പെടുന്നു. ഡിവൈഎഫ്ഐ ആ സമരത്തിന്റെ മുമ്പിൽ ലളിതമായ ഒരു ചോദ്യം ഉയർത്തിയുള്ളൂ. അത് മുമ്പ് വിശദീകരിച്ച അതേ ചോദ്യമാണ്. എന്തെങ്കിലും നിങ്ങളുടെയും വീടിരിക്കുന്ന ഭൂപ്രദേശങ്ങളിൽ നമ്മളിൽപ്പെട്ടവരുടെ വാർദ്ധക്യത്തിലുള്ളവർക്ക് പെൻഷൻ നിഷേധിച്ച, കർഷകരുടെ അവകാശം റദ്ദു ചെയ്ത, വിധവകളുടെ അവകാശം റദ്ദു ചെയ്ത, അധ്യാപകരുടെയും അനധ്യാപകരുടെയും ശമ്പളം യൂണിയൻ ഗവൺമെന്റ് പിടിച്ചു വെച്ചാൽ ഞാനും നിങ്ങളും ആരോടൊപ്പം നിലയുറപ്പിക്കും. മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും പ്രൊമോ വീഡിയോ ലോഞ്ചിങ്ങും നടന്നു. പാവർട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നവംബർ 4, 5, 6 തീയതികളിലാണ് കലോത്സവം അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 7000-ഓളം വിദ്യാർത്ഥികൾ കൌമാര കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവ ലോഗോ MLA മുരളി പെരുന്നലി പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ OJ ഷാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ KJ മേജോ, ജനറൽ കൺവീനർ സിസ്റ്റർ ഷീൻ തെരേസ് തുടങ്ങിയവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഉപജില്ലയുടെ കലോത്സവം പ്രിയപ്പെട്ട MLA ടീച്ചർ കുന്നംകുളത്ത് CV ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന് തറക്കല്ലിട്ടു.
എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, നോവലിസ്റ്റ് TD രാമകൃഷ്ണൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, നഗരസഭാ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. എത്രമാത്രം പ്രയോജനപ്പെടുമോ? കായിക വികസനമുണ്ട്. ഒരു കായിക സംസ്കാരത്തിലേക്കും കുന്നംകുളം ഒരു കച്ചവട നഗരമാണ്. കലാമണ്ഡലത്തിനെതിരെ ചാൻസലർ മല്ലിക സാരാഭായിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ABVP പ്രവർത്തകർ കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അക്ഷയ് ധർണ ഉദ്ഘാടനം ചെയ്തു. ABVP ജില്ലാ സെക്രട്ടറി KS യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. അശ്വതി മുഖ്യപ്രഭാഷണം നടത്തി. ആറ്റൂരിൽ നടന്ന സഹോദയ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനം നേടി പഴുവിൽ സ്വദേശിനി. പഴുവിൽ ഗോകുലം പബ്ലിക് സ്കൂളിലെ +2 വിദ്യാർത്ഥിനി ഗൌരി നാരായണനാണ് ശാസ്ത്രീയ സംഗീതം കാറ്റഗറി 4-ൽ 1ാം സ്ഥാനം നേടിയത്. പഴുവിൽ കൈലാസത്തിൽ ഹരിനാരായണന്റെയും അഡ്വക്കേറ്റ് അമ്പിളിയുടെയും മകളാണ്. ഗാനാലാപനത്തിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഗൌരി വിവിധ സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിന് മീൻകടയിൽ നിന്നും മലിനജലം റോഡരികിലേക്ക് കാനയിലേക്ക് ഒഴുക്കിവിടുന്നത് പരിസരവാസികൾക്കും വഴിയാത്രക്കാർക്കും ദുരിതമായി മാറുന്നു. സെന്ററിലെ പടിഞ്ഞാറ് ഭാഗത്ത് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിലായിട്ടാണ് കാനയിൽ പുഴുവരിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുന്നത്. അതിരൂക്ഷമായ ദുർഗന്ധമാണ് പരിസരത്ത് അനുഭവപ്പെടുന്നത്. സമീപമുള്ള വീട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കെട്ടിക്കിടക്കുന്ന മലിനജലം പ്രായമായവർക്കും കുട്ടികൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും പരാതിയുണ്ട്. കുഞ്ഞിക്കാന്റെ മീൻകട എന്ന പേരിലുള്ള മത്സ്യവില്പനശാലയിലെ മലിനജലമാണ് കാനയിലേക്ക് ഒഴുക്കുന്നത്. സമീപമുള്ള വാടക കെട്ടിടത്തിൽ ഇവർ മുറിയെടുത്തിട്ടുണ്ടെങ്കിലും റോഡരികിൽ തട്ടുകളിട്ടാണ് ഇവരുടെ കച്ചവടം. കെട്ടിടത്തിൽ മത്സ്യം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന മലിനജലം കാനയിലേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരിസരവാസിയായ കേളം പുലാക്കൽ ഷാഹുൽ ഹമീദ് ആരോഗ്യവകുപ്പിനും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചാനലിലാണ് അവർ മീനിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്. മക്കൾക്കും ഉമ്മാക്കുമാർക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. വീടിനകത്തിരിക്കാന്നല്ലാതെ പുറത്തേക്ക് പോകാനൊന്നും കഴിയില്ല. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് കാലം കുറേ പരാതി പറയാൻ വേണ്ടി ഇടയ്ക്ക് ഹെൽത്തുന്ന ആൾക്കാർ വരും, നോക്കും, കുറച്ച് ദിവസം അടച്ചിടും, വീണ്ടും തുറക്കും. ഇതിൻ്റെ പണി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. TCV എരുമപ്പെട്ടി. പൊതുജനാരോഗ്യ രംഗത്ത് വലിയ പരിപാലനമാണ് കേരളം നടത്തുന്നതെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ് പറഞ്ഞു. അയ്യന്തോൾ SN പാർക്ക് കോർപ്പറേഷൻ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ചികിത്സാ രംഗത്തെ മികവാണ് നമ്മെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത്. എല്ലാ ആശുപത്രികളും ഹൈടെക് രീതിയിലേക്ക് മാറുകയാണെന്നും കേരളത്തിലെ തന്നെ 1ാമത്തെ ആശുപത്രിയായി തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി മാറിക്കഴിഞ്ഞുവെന്നും മേയർ പറഞ്ഞു. ഹോമിയോ ആശുപത്രിയിലെ യോഗ ഹാൾ, കോൺഫറൻസ് ഹാൾ, ജീവനക്കാരുടെ റെസ്റ്റ് റൂം, വാഷ്റൂം സൗകര്യം ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ച 1ാം നിലയുടെയും ടൈൽസ് വിരിച്ച് നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ, കൗൺസിലർ AR രാഹുൽനാഥ്, ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV ബിനി, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ക്ലാസ്സിൽ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെട്ട അനേഡ എന്ന വിദ്യാർത്ഥിനിയുടെയും മറ്റ് പഠിതാക്കളുടെയും യോഗ പ്രദർശനവും നടന്നു. കേരള ആയുഷ് കായകൽപ അവാർഡ് 2025-ൽ 1ാം സ്ഥാനം ലഭിച്ചതും അയ്യന്തോൾ SN പാർക്കിലുള്ള ഹോമിയോ ആശുപത്രിക്കാണ്. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ.
എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മുറിയാട് കോൾ മേഖല ചെമ്മണ്ട പുളിയംപാടം പാടശേഖര സമിതിയിൽ ഉൾപ്പെട്ട വെള്ളാനി പടിഞ്ഞാറെ അമ്മിച്ചാലിൽ 30 ഏക്കറിലധികം കൃഷി വെള്ളത്തിലായി. നിലവിലുള്ള മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ഒഴുക്കിക്കളയാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. വെള്ളക്കെട്ട് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. വെള്ളം വറ്റിക്കാനുള്ള സംവിധാനം അടിയന്തരമായി ഒരുക്കിയില്ലെങ്കിൽ പാടശേഖരത്തിലെ കൃഷി പൂർണ്ണമായി നശിക്കും. വെള്ളം കയറിയ പാടശേഖരം BJP ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ടയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു. പുതുക്കാട് വളഞ്ഞൂപ്പാടത്തെ ക്രഷർ യൂണിറ്റിനെതിരെ പരാതി നൽകിയയാളെ പ്രതിയാക്കിയ കേസ് ഹൈക്കോടതി റദ്ദാക്കി. മാട്ടുമല സംരക്ഷണ സമിതി പ്രസിഡന്റ് PM ഷിനൂഷിന്റെ പേരിൽ പുതുക്കാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. പോലീസ് നടപടിക്കെതിരെ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി, കളക്ടർ എന്നിവർക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഷിനോഷ് ഹൈക്കോടതിയെ സമീപിച്ചത്. 2021 കേസിനാസ്പദമായ സംഭവം നടന്നത്. സാംബവ മഹാസഭ തൃശൂർ കോർപ്പറേഷൻ ശാഖയുടെ ആഭിമുഖ്യത്തിൽ കാവാരിക്കുളം കണ്ടൻകുമാരന്റെ 162ാം ജന്മദിനാഘോഷം സംഘടിപ്പിച്ചു. ചേറൂരിൽ നടന്ന ദിനാചരണം മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി, ശശി നെട്ടിശ്ശേരി, ഷീല എന്നിവർ സംസാരിച്ചു. എടത്തിരുത്തി സൌത്ത് SNVLP സ്കൂളിൽ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സ്മൃതി മധുരം സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, കവി അരുൺ ഗാന്ധി ഗ്രാമം, വാർഡ് മെമ്പർ VV ജയൻ, സ്കൂൾ മാനേജർ അജോയ് കുമാർ, PTA പ്രസിഡന്റ് ഷിംനാസ് ആഷിഫ് തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ ടീച്ചർമാരും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് സ്കൂളിന്റെ മെച്ചപ്പെടുത്താനുള്ള നല്ലപോലെ ഇടപെടൽ നടത്തുന്ന സ്ഥിതിയിലായിരുന്നു. സ്കൂൾ അന്തരീക്ഷം മാറി. സ്കൂളിലുള്ള ആളുകളുടെ കരിപ്പക്കുന്ന് മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ പട്ടിക്കാട് MGM കുരിശുപള്ളിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന് വികാരി ഫാദർ ജോൺ ജോർജ് കൊടിയേറ്റി. ട്രസ്റ്റി ഷിജോ P ചാക്കോ, സെക്രട്ടറി സിൻഡോ പ്ലാപ്പിളി, ജനറൽ കൺവീനർ ബാബു മൂത്തേടത്ത്, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. നവംബർ 1, 2 തീയതികളിലാണ് പെരുന്നാൾ. മനക്കുടി വാരിയം കോൾപ്പാട് ശേഖരത്തിൽ നടീൽ ഉത്സവം നടന്നു. വാർഡ് മെമ്പർ K രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് KC പുഷ്കരൻ അധ്യക്ഷത വഹിച്ചു. 117 ഏക്കർ വിസ്തൃതിയുള്ള വാരിയം കോളിൽ ഉമ നെൽവിത്താണ് കൃഷിയിറക്കുന്നത്. പടവ് സെക്രട്ടറി KK അശോകൻ, വൈസ് പ്രസിഡന്റ് തങ്ക പേരാത്ത്, വർഗീസ് ചിറമൽ, കേരള കുമാരൻ പേരാത്ത്, അനീഷ് മാമ്പുള്ളി, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ കടമ്പോട് സ്കൂളിലെ കിച്ചൺ ഷെഡ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS നിജിൽ, ഷൈബി സജി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ IFTTയും വടക്കാഞ്ചേരി ഫിലിം ആൻഡ് ഡ്രാമ സൊസൈറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച വടക്കാഞ്ചേരി റീജിയണൽ ഫിലിം ഫെസ്റ്റിവൽ ചലച്ചിത്ര നടൻ സിദ്ധാർത്ഥ് ഭരതൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യാതിഥിയായി. സംവിധായകൻ റഷീദ് പാറയ്ക്കൽ, ബാലതാരം ദുർഗ വിനോദ്, ചലച്ചിത്ര താരം രമ്യ, സംവിധായകൻ പ്രസാദ് V മുരളി, ശശികുമാർ, ഷാഹിദ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. ബേസിക്കലി പറഞ്ഞാൽ ചലിക്കുന്ന ചിത്രങ്ങളായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കുള്ള സിനിമയുടെ ഇമ്പാക്റ്റ് ഇപ്പോഴും നിങ്ങൾക്ക് കാണണമെങ്കിൽ 100 വർഷം മുമ്പേ വന്നിട്ടുള്ള ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ, ഒരു ഡയലോഗില്ല, മ്യൂസിക് മാത്രമായിട്ട് ആരെന്താ പറയുന്നതെന്ന് അറിഞ്ഞൂടാ. എന്നാൽ എല്ലാ വികാരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു കുഞ്ഞിനെ കാണാതാവുന്നുണ്ട്, വിശപ്പ്, പണിയില്ല. എരുമപ്പെട്ടി കടങ്ങോട് മില്ല് സെന്ററിന് സമീപം സ്കൂട്ടർ പോസ്റ്റിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. കടങ്ങോട് സ്വദേശി ബൈജുവിനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
എരുമപ്പെട്ടി പഞ്ചായത്ത് SSC വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും വിതരണം ചെയ്തു. പ്രസിഡന്റ് S. ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷ സുമന സുഗതൻ, മെമ്പർമാരായ MK ജോസ്, ES സുരേഷ്, NP അജയൻ, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. പഴയ നിലയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. പണം കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നില സ്വീകരിക്കുക. കോടി രൂപകളായ വികസന പ്രവർത്തനങ്ങളാണ് 2 വർഷക്കാലത്ത് മനോഹരമായ റോഡുകളായി തളിക്കുളം ബ്ലോക്ക് വ്യവസായ സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു സുരേഷ്, ശാന്തി ഭാസി, സജിത PI, ഷിനിത ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് ആശുപത്രി വന്നേരിമുക്ക് റോഡിന്റെ തകർച്ചയ്ക്കും വെള്ളക്കെട്ടിനുമെതിരെ അന്തിക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ കുളിച്ച് പ്രതിഷേധിച്ചു. ഓട്ടോറിക്ഷ തൊഴിലാളിയും INTUC മണ്ഡലം പ്രസിഡന്റുമായ സാജൻ ഇയാനിയാണ് റോഡിലെ വെള്ളത്തിൽ കുളിച്ച് പ്രതിഷേധിച്ചത്. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, VK മോഹനൻ, E രമേശൻ, VB ലിബീഷ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. വികസനമെല്ലാം കുളമായി, വികസന നായകർ എവിടെ പോയി? ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് എന്നിവർ സംസാരിച്ചു. സംഭവ മഹാസഭ കുടപ്പുഴ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സമുദായ ആചാര്യൻ കാവാരിക്കുളം കണ്ടൻ കുമാരൻ ജയന്തി ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് PK ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികളായ അഭിനവ് രാജേഷിനെയും അനന്യ ഷാജുവിനെയും അനുമോദിച്ചു. യൂണിയൻ ജോയിന്റ് സെക്രട്ടറി ശശി കോട്ടായി, ശാഖാ സെക്രട്ടറി KV അജി, PK സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ശ്രീ പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി മഹോത്സവം ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഷഷ്ഠി ദിവസമായ തിങ്കളാഴ്ച വിവിധ ദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തും. ഉത്സവ ദിവസം അന്നദാനം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രഭൂമി സംരക്ഷണ സമാഹരണ യജ്ഞസമിതി ചെയർമാൻ മോഹൻദാസ് ചേലനാട്ട്, ജനറൽ കൺവീനർ KR മോഹൻ, ശ്രീധർമ്മശാസ്ത്ര ട്രസ്റ്റ് പ്രസിഡന്റ് MB സുധീർ, ജനറൽ സെക്രട്ടറി V പ്രേംകുമാർ, ട്രഷറർ CK ബാലകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. ഗുരുവായൂർ ആനത്താവളത്തിൽ ആനയിടഞ്ഞത് പരിഭ്രാന്തി പരത്തി. കൊമ്പൻ രവികൃഷ്ണയാണ് ഇടഞ്ഞത്. മണിക്കൂറുകൾക്കുള്ളിൽ പാപ്പാന്മാർ ആനയെ തടച്ചു. മണ്ണുത്തിയിൽ വൻ കവർച്ച. ബസ്സുടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. നന്ദിക്കരയിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. ഗുരുവായൂർ നഗരസഭയുടെ ചൂൽപ്പുറം ബയോ പാർക്കിൽ സ്ഥാപിച്ച പ്രതിമയ്ക്ക് രാഷ്ട്രപിതാവിന്റെ ഛായയില്ലെന്ന് പരാതി.
പ്രതിമയിലൂടെ ഗാന്ധിജിയോട് നീതി പുലർത്താൻ നഗരസഭയ്ക്കായില്ലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ. പരാതി പരിശോധിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്. കോട്ടപ്പുറം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരത്തിൽ വീയപുരം ചുണ്ടൻ ജേതാവായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം ചുണ്ടന് 2ാം സ്ഥാനം. ദേശീയപാത ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. സിഗ്നൽ ശ്രദ്ധിക്കാതെ കടന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. എടമുട്ടത്ത് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറിയിടിച്ചു മരിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ ശാസ്ത്രമേള ഈ മാസം 28, 29 തീയതികളിൽ ചാവക്കാടും ഗുരുവായൂരിലുമായി നടക്കും. ശാസ്ത്രമേളയുടെ ലോഗോ പ്രകാശനം ചെയ്തു. അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം ഫൈബർ വള്ളം മുങ്ങി. വള്ളത്തിലുണ്ടായിരുന്ന 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് രക്ഷപ്പെടുത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.